ഷുഗർ, കൊളസ്ട്രോൾ, തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാനായി നല്ലൊരു സൂപ്പാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഈയൊരു സൂപ്പിന് കലോറി കുറവും നമ്മുടെ ശരീരത്തിനാവശ്യമായ എല്ലാ ന്യൂട്രിയൻസും ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. കൂടാതെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുമുള്ള സൂപ്പ് കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ഹെൽത്തി സൂപ്പ് തയ്യാറാക്കാനായി ഞാനിവിടെ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 4 പേർക്ക് കഴിക്കാനുള്ള സൂപ്പാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനാൽ 8-10 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ടൊമാറ്റോ സൂപ്പ് തയ്യാറാക്കാനായി നല്ല ചുവന്ന ഹൈബ്രിഡ് തക്കാളി എടുക്കുക. ഈ തക്കാളിക്ക് പുളി കുറവാണ്. ഇതുപോലെ ഇരിക്കുന്ന നാടൻ തക്കാളി ഉണ്ടല്ലോ, ഇതിന് പുളി കൂടുതലാണ്. തക്കാളി സൂപ്പിന് അധികം പുളി വേണ്ട, അതുകൊണ്ട് ഹൈബ്രിഡ് തക്കാളി തന്നെ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. ഈ നാടൻ തക്കാളി കറികൾക്ക് നല്ല പുളിക്ക് വേണ്ടി ഉപയോഗിക്കാം, അതുകൊണ്ട് ഞാനിത് മാറ്റി വയ്ക്കുകയാണ്, സൂപ്പിലേക്ക് എടുക്കുന്നില്ല. ഇനി ഈ തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. തക്കാളിയിലെ ലൈക്കോപ്പിൻ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നത്. തക്കാളിയിലെ ഫൈബറാണ് വിശപ്പ് കുറയ്ക്കാനായി സഹായിക്കുന്നത്. തക്കാളി കൂടാതെ ഞാനിതിലേക്ക് 2-3 വെജിറ്റബിൾസ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് നോൺ സ്റ്റാർച്ചി വെജിറ്റബിളാണ്. വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഫൈബറിൻ്റെയും ഒക്കെ നല്ലൊരു സോഴ്സ് കൂടിയാണ് ക്യാരറ്റ്. ക്യാരറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു പോഷകമാണ് കരോട്ടിനോയിഡ്സ്. ഇത് പ്രമേഹമുള്ളവർക്ക് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കഷ്ണം ചെറിയ ബീട്രൂട്ട് എടുക്കുക. അതായത് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സൂപ്പ് തയ്യാറാക്കാനായി ഇത്രയും വെജിറ്റബിൾസ് മതിയാകും. ഇനി സൂപ്പിലേക്ക് ആവശ്യമായ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ 10 വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത ക്യാരറ്റ്, ബീട്രൂട്ട്, സവാളയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നല്ലൊരു റൂട്ട് വെജിറ്റബിളാണ് ബീട്രൂട്ട്. തന്നെയുമല്ല, സൂപ്പിന് നല്ലൊരു കളർ കിട്ടാൻ ബീട്രൂട്ട് ചേർക്കുന്നതും വളരെ നല്ലതാണ്. സൂപ്പ് തയ്യാറാക്കാനായി ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലോ അല്ലെങ്കിൽ കടായിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സൂപ്പ് തയ്യാറാക്കാവുന്നതാണ്. ചൂടായ കുക്കറിലേക്ക് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക. ഓയിലും ബട്ടറും ഒക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ബേ ലീവ്സും 10-15 കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, ബീട്രൂട്ട്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി ഈ പച്ചക്കറികളുടെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പച്ചക്കറികൾ നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ പച്ചക്കറികൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. 2-3 സെക്കൻഡ് ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ സൂപ്പിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപ്പ്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ പിങ്ക് സാൾട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഉപ്പിൽ അയൺ, സിങ്ക്, മെഗ്നീഷ്യം ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കൂടാതെ ഷുഗറുള്ളവരുടെ BP കുറയ്ക്കാൻ വളരെ നല്ലതാണ് പിങ്ക് സാൾട്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കണം. തക്കാളി നല്ലതുപോലെ വഴന്ന് കിട്ടണം. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടൂ. ഇതുപോലെ അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഞാൻ 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തിരുന്നു. അതിനുശേഷം തക്കാളി നല്ല മാഷായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായി മാഷായി വരണം തക്കാളി. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിക്കാവൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയെടുത്ത് കുക്കർ അടച്ച് വെച്ച് 10-12 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. പത്ത് 12 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ കുക്കർ തുറക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട്. ഇനി ഈ സൂപ്പൊന്ന് അരിച്ചെടുക്കണം. അതിനായി ഒരു അരിപ്പ വെച്ച് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. സൂപ്പ് അരിച്ചെടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത ബേ ലീഫ് ഉണ്ടല്ലോ, അത് എടുത്ത് മാറ്റണം. സൂപ്പ് സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ ഈ പച്ചക്കറികൾ കളയൊന്നും വേണ്ട കേട്ടോ. ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ഈ സൂപ്പിലേക്ക് തന്നെ തിരിച്ച് ചേർക്കാനുള്ളതാണ്. അരിച്ചെടുത്ത ഈ പച്ചക്കറികൾ തണുത്തതിന് ശേഷം നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ സൂപ്പിലേക്ക് തന്നെ ചേർക്കാനായി ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഡയറക്റ്റായിട്ട് സൂപ്പിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ പച്ചക്കറികളെല്ലാം മാക്സിമം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ കാണുന്ന കുറച്ച് റെസിഡ്യൂ ഉണ്ടല്ലോ, ഇത് തക്കാളിയുടെ തോലൊക്കെയാണ്. ഇത് കളയുക. ഇത് ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ബാക്കിയെല്ലാം മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്യുക. ഇനി അരിച്ചെടുത്ത ഈ സൂപ്പ് ഒന്നുകൂടെ തിളപ്പിക്കണം. കണ്ടോ, ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഈ സൂപ്പ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ തിക്കായി വരണം. സൂപ്പ് 10-15 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിക്കുക.
സൂപ്പ് ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തിള വരുമ്പോൾ സൂപ്പിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ പതയായി വരും. ഈ പതയൊന്ന് എടുത്തു മാറ്റുക. ഈ പത എടുത്തു മാറ്റിയില്ലെങ്കിൽ സൂപ്പിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. സൂപ്പിന് ഒരു ടേസ്റ്റും കാണില്ല. ഇതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെയാണ്, അതിനാൽ ഇത് എടുത്തു മാറ്റുക. ഇപ്പോൾ സൂപ്പ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി 10-15 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് നേരം തിളപ്പിച്ചിരുന്നു. അതിനുശേഷം കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് സൂപ്പ്. കണ്ടോ? സൂപ്പ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതാണ് നല്ലത്. സ്റ്റൗ ഓഫ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം സ്റ്റൗ ഓഫ് ചെയ്യുക. ഷുഗർ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലൊരു സൂപ്പാണ്. ഹാർട്ട് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പ് കൂടിയാണ്. ഡയബറ്റിക് നെഫ്രോപ്പതി, അതായത് കിഡ്നിക്ക് പ്രോബ്ലം ഇല്ലാത്തവർക്കൊക്കെ തക്കാളി സൂപ്പ് കഴിക്കാം. പ്രമേയമുള്ളവർക്ക് ചിലപ്പോൾ കിഡ്നിയുടെ പ്രോബ്ലം കാണും. അങ്ങനെയുള്ളവരാരും ഈ സൂപ്പ് കഴിക്കരുത്. കാരണം ഇതിൽ പൊട്ടാസ്യം കൂടുതലാണ്. ഒരു നേരത്തെ ഭക്ഷണമായി ഒരു ബൗൾ സൂപ്പ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. മറ്റു ഭക്ഷണങ്ങളൊന്നും ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടതില്ല. അതല്ല നിങ്ങൾക്ക് ഇടനേരങ്ങളിൽ മാത്രമാണ് നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം സൂപ്പ് കഴിക്കുക. സൂപ്പിൽ നമ്മൾ കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് ദഹനം നല്ല രീതിയിൽ നടക്കുന്നതിനും ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ ശരിയായ രീതിയിൽ നടക്കുന്നതിനുമൊക്കെ സഹായിക്കും. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മെറ്റാബോളിസം കൂട്ടുന്നതിനുമൊക്കെ കുരുമുളക് ചേർത്ത സൂപ്പ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. സൂപ്പ് സെർവ് ചെയ്യുന്ന സമയത്ത് ബ്രെഡ് ക്രംസും ക്രീമും ഒക്കെ ചേർക്കാറുണ്ട്. പ്രമേഹമുള്ളവരാണെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം റീഫൈൻഡ് ഫ്ലോർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ബ്രെഡിന് ഗ്ലൈസീമിക് സൂചിക കൂടുതലാണ്. അതുകൊണ്ട് പ്രമേഹമുള്ളവർക്ക് ബ്ലഡ് ഷുഗർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതിനാൽ ബ്രെഡ് ക്രംസ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ക്രീമും ഒഴിവാക്കുക. ക്രീമിൽ നല്ല കൊഴുപ്പാണ്. ഇനി നിങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലവും ഇല്ല, അതായത് ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, അമിതവണ്ണമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസും ക്രീമും ഒക്കെ ചേർത്ത് സൂപ്പ് കഴിക്കാവുന്നതാണ്. തക്കാളിക്ക് നല്ല വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നിർജ്ജലീകരണം എന്ന അവസ്ഥ നമ്മുടെ ബോഡിക്ക് ഒരിക്കലും വരില്ല. തന്നെയുമല്ല ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് വിശപ്പ് അനുഭവപ്പെടില്ല. നമ്മുടെ ശരീരത്തിലെ പല രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കുന്ന ലൈക്കോപ്പിൻ എന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ നല്ലൊരു ഭക്ഷ്യവസ്തു കൂടിയാണ് തക്കാളി. ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ് തക്കാളി. കൂടാതെ നിങ്ങൾക്ക് മുടികൊഴിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മുടികൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും മുടിയുടെ ആരോഗ്യം വർദ്ധിക്കുന്നതിനുമൊക്കെ തക്കാളിയും തക്കാളി സൂപ്പും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് തക്കാളി. അതുകൊണ്ട് സൂപ്പ് മാത്രമല്ല ഭക്ഷണങ്ങളിലും തക്കാളി ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആരോഗ്യ ഗുണങ്ങൾക്കായി തക്കാളിയും തക്കാളി സൂപ്പുമൊക്കെ ഇതുപോലെ കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക്